കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതിനെക്കാട്ടി അടിപൊളി രുചിയിൽ നമുക്ക് പൈനാപ്പിൾ ഹലുവ തയ്യാറാക്കി എടുക്കട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഹലുവയിൽ ഭയങ്കര എണ്ണയും മധുരമായിരിക്കും. അതൊന്നും ഇല്ലാതെ കുറഞ്ഞ മധുരം, കുറഞ്ഞ് നെയ്യ് മാത്രം ചേർത്തിട്ട് നല്ലൊരു ഹലുവ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ഒരു വലിയ പൈനാപ്പിൾ, നല്ല പഴുത്ത പൈനാപ്പിൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് എത്ര കൃത്യമായ അളവും കണക്കൊക്കെ ഞാൻ എഴുതട്ടോ. അതിലേക്ക് നമ്മൾ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട കുത്താൻ പാടില്ല കേട്ടോ. ഇതൊരു ഇളക്കുന്നൊരു സാധനം എടുത്തിട്ട് കയ്യിലോ സ്പൂണോ എന്തായിട്ടാലും ഇളക്കട്ടെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ശുദ്ധമായ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു ഓയിൽ ഉപയോഗിക്കണം കേട്ടോ, നെയ്യ് മാത്രം ചേർത്തിട്ട് ആ നെയ്യ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസും കോൺഫ്ലവറും കൂടെ കലക്കി വെച്ച ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിലിടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കണം, നിൽക്കാതെ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഒന്നങ്ങോട്ട് വെന്ത് റെഡിയായി വരുമ്പോൾ അതൊന്ന് കട്ടായിട്ട്, അതായത് ഇങ്ങനെ സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അന്നേരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓവറായിട്ട് ചേർക്കണ്ട കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് യോജിച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ചേർത്തിട്ട് ബദാം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുത്ത് ഇത് 1 കിലോ കറക്റ്റ് ഹലുവ കിട്ടും കേട്ടോ അതായിട്ട് ഉണ്ടാക്കി നോക്കിയാൽ. അതായത് കടയിൽ നിന്ന് വാങ്ങണതിനെക്കാട്ടി ഒത്തിരി ചിലവ് കൂടുതലായിരിക്കും, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഹലുവ കഴിക്കാം. എന്നിട്ട് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്തിട്ട് നിൽക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കൽ നിർത്താൻ പാടില്ല. എന്നിട്ട് എല്ലാം സെറ്റായി വന്നതിന് ശേഷം ഒരു ചില്ല് പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ട്രേയിലോ അടിയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. തണുത്തതിന് ശേഷം അതങ്ങനെ കഷ്ണം വെട്ടി എടുത്തിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ നമുക്ക് ചായക്കും എല്ലാ സമയത്തും കഴിക്കാൻ പറ്റിയ സാധനമാണ്. അടിപൊളിയാണ്, ഒന്ന് ഉണ്ടാക്കി വെക്കോളി.